എൻ്റെ പേര് അലീന. ഞാൻ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ ബയോളജി ടീച്ചറാണ്. നമുക്കറിയാം അല്ലേ, മിഡ് ടേം എക്സാം എല്ലാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും എക്സാമിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ എന്തോരം ടോപ്പിക്കാണ് പഠിച്ച് തീരാനുള്ളത്. അങ്ങനെയുള്ള പല പല കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയമാണിപ്പോൾ അല്ലേ. അപ്പോൾ മിസ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് ഏതെല്ലാം ഫോക്കസ് ഏരിയാസ് ആണ് നമ്മൾ ഈ തിയറി എക്സാമിന് വേണ്ടിയിട്ട്, നമ്മുടെ ഈ മിഡ് ടേം എക്സാമിന് വേണ്ടിയിട്ട് ബയോളജിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സുവോളജിയിലെ ടോപ്പിക്സ് ആണ്. നമുക്കറിയാം ഏതെല്ലാം ചാപ്റ്റേഴ്സാണ് വരുന്നതെന്ന് നമുക്കറിയാം അല്ലേ. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്, എവല്യൂഷൻ ഉണ്ട്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ഉണ്ട് അല്ലേ. ഈ 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് സുവോളജിയിൽ മിഡ് ടേം എക്സാമിന് വേണ്ടിയിട്ട് വരാം. അപ്പം മിസ് ഏതൊക്കെ പോർഷൻസ് ആണെന്നുള്ളത് പറഞ്ഞു തരാം. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക. ആ ഏരിയാസ് എല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% നമുക്ക് ബയോളജിക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ സാധിക്കും. ഓക്കെ, പോവാം. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ പടം കാണുന്ന പോലെ തന്നെ അറിയാൻ പറ്റും അല്ലേ. ന്യൂക്ലിയോസോമിൻ്റെ സ്ട്രക്ചർ എപ്പോഴും എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയോസോമിൻ്റെ സ്ട്രക്ചർ. അതേപോലെ തന്നെ വരുന്ന കാര്യം നോക്കിക്കേ, സെൻട്രൽ ഡോഗ്മ ഹൈപ്പോത്തസിസ് 1 മാർക്ക് ക്വസ്റ്റനായിട്ട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. സെൻട്രൽ ഡോഗ്മ ഹൈപ്പോത്തസിസ് കൃത്യമായിട്ട് എഴുതാൻ, അവിടെ ട്രാൻസ്ക്രിപ്ഷൻ എഴുതാൻ, ട്രാൻസ്ലേഷൻ ഏത് സമയത്താണ്, ഇതെല്ലാം 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റനായിട്ട് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്. പിന്നെ സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ, അതും 1 മാർക്ക് ക്വസ്റ്റനായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ മെത്തേഡ്, ആരാണ് പ്രൂവ് ചെയ്തത്, എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്, അത് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നോക്കിക്കേ, നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ, ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ബുദ്ധിമുട്ടുന്ന പോർഷനാണ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ആദ്യമേ കൃത്യമായിട്ട് 3ൻ്റെയും സ്റ്റെപ്പുകൾ പഠിക്കുക. ഓക്കെ, 3ൻ്റെ സ്റ്റെപ്പ് കൃത്യമായിട്ട് പഠിക്കുക. കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ട്രാൻസ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഏതാണ് ഇനീഷ്യേറ്റർ, ഏതാണ് റിപ്രസറായിട്ട് വരുന്നത്, ഇത്രയും കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് തന്നെ സ്ട്രക്ചറൽ ജീൻസിൻ്റെ പിക്ചറായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ബുക്കിലൊരു ഡയഗ്രമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണ് ട്രാൻസ്ക്രിപ്ഷണൽ സ്ട്രക്ചറൽ ജീൻസിൻ്റെ റീജിയൻസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നോക്കിക്കേ, ലാക്കോപ്പറോൺ എന്ന് പറയുന്നൊരു പോർഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ലാക്കോപ്പറോൺ എന്താണെന്നുള്ളത്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് നോക്കാം ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അതിൻ്റെ ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എല്ലാ വർഷവും കൃത്യമായിട്ട് 2 മാർക്ക് ക്വസ്റ്റനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റനാണ് വിച്ച് ആർ ദ ഗോൾസ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ VNTR എന്ന് പറയുന്നൊരു സീക്വൻസ് ഉണ്ട്. VNTRൻ്റെ എക്സ്പാൻഷൻ എന്താണ്, ബാക്കിൻ്റെ എക്സ്പാൻഷൻ എന്താണ്, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, അതേപോലെ തന്നെ യാക്കിൻ്റെ എക്സ്പാൻഷൻ എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സ്ഥിരമായിട്ട് നമുക്ക് മോളിക്കുലാർ ബേസിസിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒട്ടും മറക്കരുത്, ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ അതിൻ്റെ സ്റ്റെപ്പ് വൈസ് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അതിൻ്റെ അകത്ത് ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻട്രോൺസ് എക്സോൺസ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. അത് സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ലോസ്റ്റ് ആവും. ഓക്കെ, ആ പോർഷനെല്ലാം ക്ലിയർ കട്ടായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി അടുത്തൊരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അടുത്ത ചാപ്റ്ററാണ് എവല്യൂഷൻ. എവല്യൂഷനിലും മിസ് ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് എന്താണ്, കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. അത് പ്രൂവ് ചെയ്തതിൻ്റെ എക്സ്പീരിമെൻ്റൽ പ്രൂഫാണ് മിസ് ഈ കൊടുത്തിട്ടുള്ളത് അല്ലേ, യൂറി മില്ലർ എക്സ്പീരിമെൻറ്റ്. അവിടെ കുട്ടികൾ സ്ഥിരമായിട്ട് തെറ്റിക്കുന്ന കാര്യമാണ്, ആരാണ് പ്രപ്പോസ് ചെയ്തത് കെമിക്കൽ എവല്യൂഷൻ തിയറി. കെമിക്കൽ എവല്യൂഷൻ തിയറി പ്രപ്പോസ് ചെയ്ത ആരാണ് മിസ് വേഗം പറയുവാണ്. അതിനനുസരിച്ച് നിങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് വരിക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കെമിക്കൽ എവല്യൂഷൻ തിയറി പ്രപ്പോസ് ചെയ്ത ആരാണ്, ഒപ്പാരൻ ആൻഡ് ഹാൽഡെയ്ൻ ആണ്. പക്ഷേ അത് പ്രൂവ് ചെയ്തവരാണോ, അല്ല, യൂറി മില്ലർ ആണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് പ്രൂവ് ചെയ്തത്. നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന കാര്യം, ഈ ഒരു പിക്ചർ തന്നിട്ട് അത് എന്താണെന്നുള്ളത് ചോദിക്കും. ഏത് എവല്യൂഷൻ തിയറിയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആരാണ് ഇതിനുള്ള പ്രൂഫ് കൊടുത്തത്. അതേപോലെ തന്നെ ഈ പറയുന്ന ഗ്യാസസ്, അതിൽ 1-2 ഗ്യാസസ് മിസ്സായിട്ട് നമുക്ക് തരും, ബ്ലാങ്ക് ആയിട്ട് അവർ കൊടുക്കും. എന്നിട്ട് A B എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അത് നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ച് എഴുതണം. ഇതെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എവല്യൂഷൻ്റെ എവിഡൻസസ് ആയിട്ട് ഹോമലോഗസ് ആൻഡ് അനലോഗസ്, ഈ ഒരു വർക്ക് മിസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമിന് എല്ലാ ടീച്ചേഴ്സും ഫോക്കസ് ചെയ്ത് പറയുന്നൊരു ഏരിയയാണ് ഹോമലോഗസ് ആൻഡ് അനലോഗസ്. അവിടെ മക്കൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹോമലോഗസ് അനലോഗസിൻ്റെ ഡിഫറൻസ് പഠിക്കുക. ഡിഫറൻസ് പഠിക്കുന്ന സമയത്ത് എക്സാമ്പിൾസ് തരംതിരിച്ച് പഠിക്കുക. ചിലപ്പോൾ ബോക്സസ് ആയിട്ട് തന്നിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും നമ്മളോട്. അതേപോലെ തന്നെ ഹോമലോഗസ് എവല്യൂഷൻ
അല്ലെങ്കിൽ ഹോമലോഗസ് ഓർഗൻ ഏത് എവല്യൂഷൻ വഴിയാണ്, അനലോഗസ് ഓർഗൻ ഏത് എവല്യൂഷൻ വഴിയാണ്. ഒരു ടിപ്പ് മിസ് പറഞ്ഞുതരാം. ഹോമലോഗസ് ഓർഗൻ നമുക്കറിയാം അല്ലേ, എന്ത് എവല്യൂഷനാണ്? ഡൈവേർജൻ്റ് എവല്യൂഷനാണ്. അനലോഗസ് ഓർഗൻ കൺവേർജൻ്റ് എവല്യൂഷനാണ് അല്ലേ. ഇത് കുട്ടികൾക്ക് മാറിപ്പോകുന്നത് കാണാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക HD. ഓക്കെ, ഹോമലോഗസ്, ഡൈവേർജൻറ്റ്. AC, ദാറ്റ് മീൻസ് AC നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ, AC. അതിൽ അനലോഗസ്, കൺവേർജൻറ്റ്. അപ്പോൾ HD, AC ആ ഒരു മെത്തേഡിൽ ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകത്തില്ല. ഒരു മാർക്ക് കൃത്യമായിട്ട് നമ്മുടെ പേപ്പറിൽ അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ വരുന്നതാണ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ്റെ അകത്ത് നമ്മൾ ഡാർവിൻ ഫിഞ്ചസ് കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യമാണ്. ഇൻഡസ്ട്രിയൽ മെലാനിസം വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. പക്ഷേ എപ്പോഴും കൃത്യമായിട്ട് എക്സാമിന് ചോദിക്കുന്ന കാര്യവുമാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. അതേപോലെ തന്നെ നാച്ചുറൽ സെലക്ഷൻ്റെ 3 സ്റ്റെബിലൈസിങ് പോപ്പുലേഷൻസ്, സ്റ്റെബിലൈസിങ്, ഡിക്ലൈനിങ് പോപ്പുലേഷൻസിൻ്റെ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സ് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അത് എന്ത് പോപ്പുലേഷൻ ആണെന്നുള്ളത് നമ്മളുടെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ക്ലിയർ കട്ടായിട്ട് പറയുവാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ 1 മാർക്ക് ക്വസ്റ്റനായിട്ട്, 2 മാർക്ക് ക്വസ്റ്റനായിട്ട്, 3 മാർക്ക് ക്വസ്റ്റനായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, എന്താണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കും. അതിൻ്റെ ഇക്വേഷൻ ചോദിക്കും. ഇക്വേഷൻ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, P² + 2PQ + Q² = 1. ഇനി എന്തെല്ലാം ഫാക്ടേഴ്സാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മുഴുവൻ പഠിച്ചില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. തിയറി എക്സാമിന് എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന കാര്യം എന്താണ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഡിസ്ട്രപ്റ്റ് ചെയ്യുക, അതായിരിക്കും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് 3 മാർക്ക് ക്വസ്റ്റനായിട്ട് വരെ നമുക്ക് എക്സാമിന് ചോദിക്കാം. ആൻഡ് ഫൈനലി ഇവിടെ നോക്കി ഹ്യൂമൻ എവല്യൂഷൻ്റെ പാത്വേ കറക്റ്റ് ഓർഡറിൽ പഠിക്കുക. ഓർഡറാണ് ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞു ഇരിക്കേണ്ട കാര്യം. ഓക്കെ, മിസ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഏതൊക്കെയായിരിക്കും ആ ഓർഡർ വരിക? ഡ്രയോപിത്തിക്കസ്, രാമാപിത്തിക്കസ്, ഓസ്ട്രാലോപെത്തിക്കസ്, പിന്നെ എന്താണ് ഹോമോ ഹാബിലിസ്, ഹോമോ എറക്ടസ്, നിയാൻഡർതാൽമാൻ ആൻഡ് ഹോമോ സാപ്പിയൻസ്. ഓക്കെ, ഇത്രയാണ് കറക്റ്റ് ഓർഡറിൽ വരുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. എപ്പോഴും റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ട് കൊടുത്തിട്ട് നമ്മളോട് അത് ചോദിക്കാറുള്ളതാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ പറയുന്ന എവല്യൂഷൻ്റെ ഏരിയ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ വരുന്നത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് ആണ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസിൽ മിസ് പറയേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈറൽ ഡിസീസ്, ബാക്ടീരിയൽ ഡിസീസ്, ഹെൽമന്തിക് ഡിസീസ്, പ്രോട്ടോസോവൻ ഡിസീസ്, ഇങ്ങനെ പല ഡിസീസസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ഡിസീസും അത് കോസ് ചെയ്യുന്ന പാത്തോജൻ, അതിൻ്റെ സിംറ്റംസ് എന്താണ്, എന്ത് ടെസ്റ്റ് വഴിയാണ് നമുക്കിതിനെ അനലൈസ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള ഏരിയാസ് എല്ലാം നിങ്ങൾ ഒരു ബോക്സ് വരച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുണ്ടാവുക. ഏതെങ്കിലും ഒരു ഡിസീസിനെ കുറിച്ച് എക്സാമിന് ക്ലിയർ ആയിട്ട് ചോദിക്കാറുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മലേറിയയാണ്. മലേറിയയുടെ ലൈഫ് സൈക്കിൾ ഉൾപ്പെടെ, പ്ലാസ്മോഡിയം, അതിൻ്റെ പാത്തോജൻ ഉൾപ്പെടെ എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി, ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക. ഡിഫറൻസോടൊപ്പം തന്നെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ അവിടെ നമുക്ക് 3 ബാരിയേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഫിസിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് സെല്ലുലാർ ബാരിയേഴ്സ്. അതും ഏതെങ്കിലുമൊക്കെ ആയിട്ട് കൊടുത്തിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ പിക്ചർ വരുന്നത്, ആൻറ്റിബോഡിയുടെ പിക്ചർ വരുന്നത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ എയ്ഡ്സ്, ക്യാൻസർ, ഇതെങ്ങനെയാണ് കോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്, ഏതെല്ലാം മെത്തേഡ് വഴിയാണ് ഇത് അനലൈസ് ചെയ്യുന്നത്. ഇനി ക്യാൻസറിൻ്റെ കേസിലാണെങ്കിൽ മാലിഗ്നൻ്റ് ട്യൂമർ, ബെലിഗ്നൻ്റ് ട്യൂമർ, ഇതെല്ലാം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, വൈറസുകൾ എന്തൊക്കെയാണ്, ഓൺകോ വൈറസുകൾ എന്ന് വെച്ചാൽ എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസാണ്. ഡ്രഗ് അബ്യൂസിൽ നമുക്ക് കുറേ ഡ്രഗ്സിൻ്റെ പേര് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഡ്രഗും എടുത്തു വയ്ക്കുക. നമ്മൾ ഡിസീസസ് പറഞ്ഞ പോലെ തന്നെ അത് എന്താണ് അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, ഹാലൂസിനേഷൻ ആണോ അല്ലെങ്കിൽ അനാൾജസിക് ആണോ എഫക്റ്റായിട്ട് വരുന്നത്, ഇത് കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരുന്ന് പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ആൻഡ് ഫൈനലി ആ ചാപ്റ്ററിൽ വരുന്നതാണ് അഡോളസെൻ്റ് ആൻഡ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ഏരിയ. അഡോളസെൻ്റ് ആൻഡ് ഡ്രഗ് അബ്യൂസിൽ നിന്ന് നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ പ്രിവെൻറ്റീവ് മെത്തേഡായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഫൈനലി എന്തെല്ലാമാണ് നമുക്ക് ആ വിഡ്രോവൽ സിംറ്റംസ് ആയിട്ട് ബോഡി കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഈ ഏരിയയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, മിസ് ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സുവോളജിയിൽ നിന്ന് വരുന്ന 30 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ മൈന്യൂട്ടായിട്ടുള്ള
ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴും സുവോളജിയിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടാവുക. ആ സുവോളജിയിൽ ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണോ ആ ഒരു സിംഗിൾ വേർഡാണ് എപ്പോഴും ആൻസർ ആയിട്ട് വരിക, അല്ലേ? പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം ആ സിംഗിൾ വേർഡ് ആയിരിക്കും എപ്പോഴും ആൻസേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ സിംഗിൾ വേർഡ് എന്താണ് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക, അത് ആൻസർ ചെയ്യുക. ഷുവറാണ് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. ബാക്കി സബ്ജക്റ്റ് പോലെ എലാബറേറ്റ് ചെയ്ത് ഒരുപാട് എഴുതേണ്ട കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല നമുക്ക് തിയറി എക്സാമിന്. അത്രയും ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, സിമ്പിളായിട്ട് എക്സാമിനെ ഫേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഒന്നും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്താൽ അവിടെ നമുക്ക് ലോസ്റ്റ് ആവുന്നത് നമ്മുടെ ഒരു ഫുൾ മാർക്കാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഫുൾ സപ്പോർട്ടോടുകൂടി നിങ്ങൾ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് ടീം നിങ്ങളുടെ കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ച് ഫുൾ മാർക്കോടുകൂടി ബയോളജി എക്സാം പാസ്സായിട്ട് വരിക. ഓക്കെ, താങ്ക് യു.